അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മളിന്ന് വീട് മാറി പുതിയ വീടുണ്ടാക്കി താമസാക്കി. ഒരുപക്ഷെ നമ്മുടെ തറവാട് അതേ സ്ഥലത്ത് തന്നെ ഉണ്ടാവും. നമ്മളിപ്പോഴും അവിടെ പോവലുണ്ടാവും. അവിടെ ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങളോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും താമസമുണ്ടാവുക. അത് നമ്മുടെ വീടാണെന്ന് പറഞ്ഞാലും ഇന്ന് നമ്മുടെ അധികാരത്തിലോ നമ്മുടെ അവകാശത്തിലോ നിലനിൽക്കുന്ന ഒന്നല്ല അത്. അപ്പോൾ നമ്മളവിടെ നമ്മളായി വളർന്ന നമ്മുടേതെന്ന് പറഞ്ഞിരുന്ന നമ്മുടെ വീടിന്ന് നമ്മളവിടെ ഒരു സന്ദർശകൻ മാത്രമാണ്. ഒരുപക്ഷെ നമ്മൾ പഠിച്ച സ്കൂളുകളും കോളേജുകളും നമുക്ക് ഓർമ്മയുണ്ടാകും. എൻ്റെ കോളേജ് എൻ്റെ സ്കൂളെന്ന് പറഞ്ഞ് അതിൻ്റെ ഐഡൻറ്റിറ്റി കാർഡും അതിൻ്റെ യൂണിഫോമൊക്കെ എടുത്ത് നമ്മളവിടെ പഠിക്കുന്ന സമയത്ത് അത് നമ്മുടെ സ്കൂളായിരുന്നു, അത് നമ്മുടെ കോളേജായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളവിടെ ചെല്ലുമ്പോഴോ നമ്മളിന്ന് അവിടെ ഒരു സന്ദർശകൻ മാത്രമാണ്. നമുക്കവിടെ ഒരു ബെഞ്ചില്ല, നമുക്കവിടെ ഒരു സീറ്റില്ല. നമ്മളവിടുത്തെ ഒരു കേവല സന്ദർശകൻ മാത്രം. ജീവിതത്തിൻ്റെ എത്രയെത്ര സ്ഥലങ്ങളിൽ നമ്മുടേതാണെന്ന് നമ്മൾ വിചാരിച്ച സ്ഥലങ്ങളിലെല്ലാം നമ്മൾ സന്ദർശകന്മാരായി പോയിട്ടുണ്ട്. എല്ലാം ഒരു നിശ്ചിത സമയം വരെ നമ്മുടേതായി നിൽക്കും. ആ സമയം കഴിയുമ്പോൾ നമ്മുടേതല്ലാതായി മാറും. വിവാഹിതരായ ആളുകളുടെ പോലും ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഇന്ന് അവരുടേതല്ലാതായി മാറിയിട്ടുണ്ട്. അവൾ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്, അല്ലേ? ഇന്ന് എൻ്റെ ഭാര്യയെന്ന് ഇയാൾക്ക് പറയാനാവില്ല. അയാളിന്ന് വേറൊരാളുടെ ഭർത്താവാണ്. ഒന്നും ഇവിടത്തേതൊന്നും ശാശ്വതമല്ല. അപ്പോൾ ഇനി ഇവിടെ നമുക്കൊരു വീടുണ്ട്, ഒരു മണ്ണുണ്ട്, ഒരു അഡ്രസ്സുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇതും നമ്മുടേതല്ലാതായി തീരുന്നൊരു സമയം, അതാണ് മരണം. അതുകൊണ്ടാണ് കുൻ ഫിദ്ദുനിയ ഗരീബ്, നീ ഭൂമിയിൽ ഒരു അപരിചിതനാവുക. നമ്മുടേതാണ്, ഞാൻ ഇവിടെയാണെന്ന് നീ വിചാരിക്കരുത്. ഒരു തണൽ കൊള്ളാൻ വഴിയോരത്തെ തണൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരു വഴിയാത്രക്കാരൻ മാത്രം. അപ്പോൾ നമ്മൾ സന്ദർശകരാണ്. സന്ദർശകൻ്റെ ഒരു വിലയെ നമുക്കുള്ളൂ. നമ്മുടേതെന്ന് പറയാനും ശാശ്വതമായി നമ്മൾ എന്നുമുണ്ടെന്നും പറയാൻ പറ്റുന്നത് സ്വർഗമാണ്. അതുകൊണ്ട് നശ്വരമായ ഈ ഇടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതൊക്കെ എൻ്റേതാണെന്നും എന്നെന്നും ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെടുകയും അതുമാത്രം ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നാം ആലോചിക്കണം, പഴയ സ്കൂളിലേക്കും പഴയ തറവാട്ടിലേക്കും കടന്നു ചെല്ലുന്ന പോലെ ഈ ഭൂമിയിലും നമ്മൾക്ക് ഒരു സന്ദർശകനായി മാറുന്ന, അല്ലെങ്കിൽ നമ്മളെ ആവശ്യമില്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ ജീവിതം വഴിമാറുമെന്ന് നമ്മളെപ്പോഴും ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ശാശ്വതവും അനശ്വരവുമായ ഒരു ലോകത്ത് സ്ഥിരതാമസത്തിന് ദാറുൽ മുഖാമ, സ്ഥിരതാമസത്തിൻ്റെ ഭവനം എന്ന് സ്വർഗത്തെ അള്ളാഹു വിളിച്ചു. ദാറുൽ ഹുൽദ്, ശാശ്വത ഭവനം എന്നൊക്കെയാണ് സ്വർഗത്തെ അള്ളാഹു വിളിച്ചത്. അങ്ങനെ ശാശ്വതമായി എൻ്റേതെന്ന് പറയാൻ ഒരിടം നാളെ നമുക്ക് സ്വർഗത്തിൽ ലഭിക്കാനാവട്ടെ. നശ്വരമായ ഒരു നിശ്ചിത സമയം മാത്രം കഴിച്ചു കൂട്ടാൻ അവകാശപ്പെട്ട ഇവിടെയുള്ള ഈ ഭൂമിയും ഇവിടെയുള്ള വീടും സൗകര്യങ്ങളുമെല്ലാം ആ ലക്ഷ്യത്തിലേക്കുള്ള സഹായകമായി തീരാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ.